പേരക്കയാണല്ലോ അല്ലേ. പിന്നെ പല നാട്ടിലും പല ഭാഷയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഓരോ നാട്ടിലെ ഭാഷ അടിയിൽ കമൻറ്റ് ചെയ്താൽ നന്നാവും ഇൻഷാ അല്ലാഹ്. എന്താണ് മലയാളത്തിൽ എന്താണ് പറയുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പോൾ നല്ല ശരീരത്തിന് നല്ലതാണ് മാഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഒരുപാട് പഴവർഗ്ഗങ്ങൾ, അതുപോലെ തേനീച്ചയൊക്കെ വന്നിരിക്കുന്ന ചില ചെടികളുണ്ട് അല്ലേ, ചില പൂക്കളുണ്ട്. അങ്ങനെ വൃക്ഷങ്ങൾ, അതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിലൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന നല്ല ഫലം കായ്ക്കുന്ന ചെടികൾ, അതുപോലെ മറ്റു നല്ല മരങ്ങൾ, ഇതൊക്കെ നമ്മൾ വളർത്തണമെന്നുള്ളതാണ്. നട്ടു വളർത്തുകയും അതിന് ആവശ്യമായ വെള്ളങ്ങളൊക്കെ നൽകി അതിനെ വളർത്തിയാൽ അതിൽ നിന്ന് മനുഷ്യർക്കും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും, മൃഗങ്ങൾക്കും ഉപകാരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉപകാരപ്രദമായ ചെടികളൊക്കെ മരങ്ങളൊക്കെ നമ്മൾ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ അത് സ്വതക്കയാണെന്നാണ്. അത് മനുഷ്യരും അതുപോലെ മൃഗങ്ങളൊക്കെ അതിൽ നിന്ന് ഭക്ഷിച്ചാൽ, പക്ഷികൾ അതൊക്കെ അതിൽ നിന്ന് ഭക്ഷിക്കുന്ന സമയത്ത് നമ്മളത് നല്ല നിയത്ത് വെച്ചാൽ മതി. എന്നാൽ അതുകൊണ്ട് നമുക്ക് സ്വതക്കയുടെ ലഹു സ്വതക്കത്തുൻ, അത് സ്വതക്കയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ ചെടികൾ, അതുപോലെ ഇങ്ങനെയുള്ള കായ്കളൊക്കെ നമ്മൾ നട്ടു വളർത്താൻ ശ്രമിക്കണം. പരമാവധി മരങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ ചെടികളൊക്കെ നശിപ്പിക്കാനല്ല നമ്മൾ നോക്കേണ്ടത്, പരമാവധി വളർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നല്ല മരങ്ങളും അതുപോലെ ഉള്ളതൊക്കെ പറിച്ചു കളയുകയും മുറിച്ചു കളയുകയും ചെയ്യുമ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഭൂമിയുടെ പ്രതിഭാസങ്ങളിലൊക്കെ പല മാറ്റങ്ങളും സംഭവിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെയൊക്കെ വളർത്തുക, നട്ടു വളർത്തുകയും അതിന് വേണ്ട വെള്ളവും ഒക്കെ നൽകി വളമൊക്കെ നൽകി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ദുനിയാവിലും ഗുണമാണ്, ആഖിറത്തിലും ഗുണമാണ്. മാഷാ അല്ലാഹ്, സുന്നത്താണല്ലോ, അതുകൊണ്ട് വലിയ പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ സ്വതക്കയാണ് എന്ന് നമുക്കറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴമൊക്കെ നട്ടു വളർത്തുകയും ഒക്കെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അള്ളാഹു പ്രകൃതിയോട് അല്ലേ നല്ല നിലക്ക് സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, അതിനെ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അല്ലേ. അപ്പോൾ അത് നല്ലതിന് വേണ്ടി, നന്മക്ക് വേണ്ടി അതൊക്കെ ഉപയോഗിക്കാൻ. അതുകൊണ്ട് നമുക്ക് വലിയ ദാനധർമ്മം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭ്യമാകുമെന്ന് പറയുമ്പോൾ മാഷാ അല്ലാഹ് അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടെ ശ്രദ്ധിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.